ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടുരുചിയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരാൻ പോവുകയല്ലേ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട റെസിപ്പീസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അത് വെണ്ടക്ക പച്ചടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പച്ചടിയാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പച്ചടികളിൽ നിന്നും കുറച്ച് ഒരു വ്യത്യസ്തമായ ടേസ്റ്റുള്ള പച്ചടിയാണ് വെണ്ടക്ക പച്ചടി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പച്ചടി തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്ക് പച്ചടിക്ക് ആവശ്യമായ തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1 കപ്പ് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ തേങ്ങ അരപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 3/4 കപ്പ് അത്യാവശ്യം പുളിയുള്ള കട്ടത്തൈരാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അരച്ചെടുത്ത തേങ്ങയും തൈരും കൂടെ നമുക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 12 മുതൽ 15ഓളം വെണ്ടയ്ക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ നന്നായൊന്ന് മാറി ഇത് ചെറുതായി ക്രിസ്പിയായി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ഇത്രയും തന്നെ ആയാൽ മതി. ഇത് ചെറുതായി ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് തേങ്ങ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1-2 വറ്റൽ മുളക് കൂടെ പൊട്ടിച്ച് ചേർക്കാം. അവസാനമായി 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇത് തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ പച്ചടി തയ്യാറാക്കിയതെന്ന്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല ഓണം റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.